ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഊത്തപ്പത്തിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്തി വെക്കാനുണ്ട്. ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് നേരിയരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരിയരി എന്ന് പറഞ്ഞാല് നമ്മളെ ജീരകശാല റൈസ്. ഇത് എല്ലാ ടൈപ്പ് വൈറ്റ് റൈസ് വെച്ചിട്ടും ചെയ്യാം, വേണമെങ്കിൽ പച്ചരി വെച്ചിട്ടല്ല അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതാ 2 കപ്പ് നേരിയരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് പുതിർത്തി വെക്കാം. ഞാനിപ്പോ ഇതൊരു 4 മണിക്കൂർ പുതിർത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ 4 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് നോക്കാം. അരിയെല്ലാം നല്ലോണം പുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ടെടുക്കാം. ഞാനിപ്പോ ഒരു 3 വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് അരക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിയാട്ടാണ് നമ്മൾ എടുത്തത്. 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് ചോറ്, നമ്മൾ ഉച്ചക്കെല്ലാം കഴിക്കുന്ന സാധാ ചോറ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഞാനിപ്പോ 2 ബാച്ച് ആയിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പകുതി അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു തേങ്ങയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. അതുപോലെ ചോറും ഈ ഒരു സമയത്ത് പകുതി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്, ഡയറക്റ്റ് ഇപ്പൊ മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. ഡ്രൈഡ് ഈസ്റ്റ് ആണ് നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാനിപ്പോ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് ഫസ്റ്റ് അരക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ ആട്ടാ ചേർത്തത്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കാം. വെള്ളം നോക്കി നോക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശന്റെ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് അങ്ങനെ അരച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ ഞാൻ 2 തവണയായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ മിക്സിന്റെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് പൊങ്ങി വരണോ. ഞാനിപ്പോ 3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ കൊണ്ട് ഇതാ ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചതാട്ടെ ഇത്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ഇത് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചുട്ടെടുക്കാം. അതല്ല എങ്കിൽ ഈ രീതിയിൽ ക്യാരറ്റും മല്ലിയിലും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഉള്ളിയും ക്യാരറ്റും മല്ലിയിലും വേണമെങ്കിൽ അങ്ങനെ ഇടാം. അതും അല്ലെങ്കിൽ ഉള്ളി മാത്രമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അതെല്ലാം ഒരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതാ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരവൊന്ന് 1 സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ അങ്ങനെ ദോശയെല്ലാം ചുട്ടെടുക്കുന്ന പോലെ വല്ലാണ്ട് അങ്ങ് പരത്തി കൊടുക്കണ്ട. ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുന്ന കാണും. അപ്പൊ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതാ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റും മല്ലിയിലയും ഈ ഒരു രീതിയിൽ ഇതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വേണമെങ്കിൽ പുറം ഭാഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇതാ നമ്മളെ ഉത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ. ഇത് വേണം ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.